ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദിവാലി സ്പെഷ്യൽ സ്വീറ്റാണ്, റവ കേസരി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. അതേ നെയ്യിൽ തന്നെ ഞാൻ ഈ റവ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് റവയായിട്ട് എടുത്തിരിക്കണേ. അത് വറുത്ത റവയാവും അല്ലാത്ത റവയാവും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ റവ നന്നായിട്ട് ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒട്ടും കളറ് മാറരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ഇവിടെ എടുത്തിരിക്കണേ. എന്നിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ റവയൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നല്ല തിളപ്പിച്ച് വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫുഡ് കളറാണ് കേട്ടോ. 1 ടീസ്പൂൺ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കണേ. ഫുഡ് കളർ വേണമെന്നില്ല, മഞ്ഞളായാലും മതി കളറിന് വേണ്ടിയിട്ട്. സാധാരണ ഞങ്ങൾ വീട്ടിൽ എല്ലാ കൊല്ലവും ദിവാലിക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഇത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ് കളറിന് വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് ആയ കാരണം ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. ഒട്ടും നല്ലതല്ല എന്നറിയാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പഞ്ചസാര കലിഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ എല്ലാം നന്നായിട്ട് എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതിൻ്റെ ആ പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്ന അത്രയും തരത്തിൽ ചെയ്യണം കേട്ടോ. പാത്രത്തിൽ നമുക്ക് വിട്ട് കിട്ടും. ആ ഒരു അവസ്ഥയിൽ വരെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദേ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ എണ്ണയോ നെയ്യോ ഏതെങ്കിലുമൊക്കെ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് കേസരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റി ആവുക. നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ ഇത്. എല്ലാ കൊല്ലവും ദീപാവലിക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളാക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അഡ്വാൻസ് ഹാപ്പി ദിവാലി ടു ഓൾ.